ഞാൻ ഈ സൃഷ്ടികളിലേക്ക് ഒന്നുകൂടി ചിന്തിച്ചു നോക്കി. ഈ ജനങ്ങളെ സ്വഭാവം എന്താണ്? പലരും പലരെയും കുറ്റം പറയുകയാണ്, പലരും പലരെയും ശപിക്കുകയാണ്. എന്തിന്റെ പേരിലാണ് മനുഷ്യൻ മറ്റൊരാളെ കുറ്റം പറയുന്നത്? എന്തിന്റെ പേരിലാണ് മനുഷ്യൻ മറ്റൊരാളെ തെറി പറയുന്നത്? അതിന്റെ എല്ലാം അടിസ്ഥാന കാരണം ഞാൻ ചിന്തിച്ചു നോക്കുമ്പോ അൽ ഹസദു, അസൂയയാണ് ഉസ്താദേ. സഹോദരന്മാരെ, മർകസു സഖാഫത്തി സുന്നിയ 33 കൊല്ലം അതിന്റെ ജൈത്രയാത്ര നടത്തിയപ്പോ മഹാനായ ഉസ്താദ് അവர்கள் അല്ലാഹുവിലേക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ, ഉസ്താദിന്റെ കൂടെ ഉറച്ചിരുന്ന പ്രവർത്തകരും അവിടുത്തേക്ക് ഉപദേശ നിർദ്ദേശങ്ങൾ നൽകിയ പണ്ഡിതന്മാരും സാദാത്തുക്കളും അവിടുത്തോടുകൂടി ഒട്ടിച്ചേർന്ന് പ്രവർത്തിച്ച പ്രവർത്തകന്മാരും അവിടുത്തെ ശിഷ്യന്മാരും അതുപോലെ തന്നെ അവിടുത്തോട് സഹകരണം കാണിച്ചവരും സുബ്ഹാനല്ലാഹ് എന്തെല്ലാം ആക്ഷേപങ്ങൾ കേൾക്കേണ്ടി വന്നു, എന്തെല്ലാം എതിർപ്പുകളെ തരണം ചെയ്യേണ്ടി വന്നു. അടിസ്ഥാന കാരണം എന്താണ്? ബഹുമാനപ്പെട്ട ഹാത്തിബുൽ അസ്സം റളിയല്ലാഹു അൻഹു പറഞ്ഞത് തന്നെ കുറ്റം പറയുന്നതിന്റെ ഒക്കെയും അടിസ്ഥാന കാരണം ഹസദാണ് കേട്ടോ, അസൂയയാണ് കേട്ടോ. ഇത് പറഞ്ഞുകൊണ്ട് ഹാത്തിബുൽ അസ്സം റളിയല്ലാഹു അൻഹു പറയാണ്, ഫനദർതു അൻതുമ്മ നദർതു ഇലാ ഖൗലില്ലാഹി അസ്സ വജല്ല. പിന്നെ ഞാൻ അല്ലാഹുവിന്റെ വാക്കിലേക്ക് ഞാൻ ഒന്ന് ചിന്തിച്ചു നോക്കി. അല്ലാഹ് എന്താ പറയുന്നത്? നഹ്നു ഖസംനാ ബൈനഹും മഈശതഹും ഫിൽ ഹയാത്തിദ് ദുനിയാ. അല്ലാഹു ജല്ല ജലാലുഹു പറയുന്നു, അതേ മനുഷ്യന്മാർക്ക് നമ്മൾ അംശയിച്ചു കൊടുത്തിരിക്കുകയാണ് അവരെ ജീവിതം. ഫിൽ ഹയാത്തിദ് ദുനിയാ, ഈ ഭൗതികമായ ലോകത്ത് നമ്മൾ അംശയിച്ചു കൊടുത്തിരിക്കുകയാണ്. ഓരോരുത്തർക്കും ഓരോന്ന് കൊടുത്തിരിക്കുകയാണ്. ഒരാളെ അല്ലാഹു തആല രാജാവാക്കുകയാണ്, മറ്റൊരാളെ മന്ത്രിയാക്കുകയാണ്, വേറൊരാളെ MLA ആക്കുകയാണ്, മറ്റൊരാളെ MP ആക്കുകയാണ്, ഒരാളെ പഞ്ചായത്തിന്റെ മെമ്പറാക്കുകയാണ്, ഒരാളെ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആക്കുകയാണ്, വേറൊരാളെ വലിയ പണക്കാരനാക്കുകയാണ്, മറ്റൊരാളെ ദരിദ്രനാക്കുകയാണ്, ഒരാളെ ഡോക്ടറാക്കുന്നു, മറ്റൊരാളെ രോഗിയാക്കുന്നു, ഒരാളെ പണ്ഡിതനാക്കുന്നു, മറ്റൊരാളെ പാമരനാക്കുന്നു. ഒരാൾക്ക് പാണ്ഡിത്യം ധാരാളമുണ്ട്, പക്ഷേ അത് ഉപകരിക്കുന്നില്ല. വേറൊരാൾക്ക് പാണ്ഡിത്യം തീരെയില്ല. വേറൊരാൾക്ക് പാണ്ഡിത്യമുണ്ട്, പക്ഷേ നല്ലതിനെ ചെലവഴിക്കുന്നില്ല. വേറൊരാൾക്ക് പാണ്ഡിത്യമുണ്ട്, പക്ഷേ കാര്യലാഭമുണ്ടെങ്കിലേ മൂപ്പരത് പ്രചരിപ്പിക്കൂ, ഇല്ലെങ്കിൽ മൂപ്പരത് പ്രചരിപ്പിക്കാൻ കിട്ടൂല. വേറെ ചിലർ അവനവന്റെ കാര്യത്തിന് വളരെ ജോറാണ്, മറ്റുള്ളവന് വേണ്ടി സഹിക്കാൻ തീരെ പിന്നിലാണ്. സുബ്ഹാനല്ലാഹ്. വേറെ ചിലർക്ക് പേപ്പറിൽ പേര് വരണം, അതുപോലെ തന്നെ നോട്ടീസിൽ പേര് കാണണം. സ്വാഗതം പറയാൻ വിട്ടുപോയാ പിന്നെ മൂപ്പര് അടുത്ത യോഗത്തിനുണ്ടാവൂല. നന്ദി പറയാൻ വിട്ടുപോയിട്ടുണ്ടേ പിന്നെ കമ്മ